ഹായ്, നമസ്കാരം. വിൻഫോ ഡ്രൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് സ്റ്റിയറിംഗ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് എങ്ങനെ കറക്കാം എന്നുള്ള രീതിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി വീഡിയോയിലേക്കാണ്. നമ്മൾ സ്റ്റിയറിംഗിന്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു ക്ലോക്ക് ആയിട്ട് നിങ്ങൾ കണക്ക് കൂട്ടുക. ഈ ക്ലോക്കിലിട്ടായി 10-10, അതായത് 2ഉം 10ഉം എന്നുള്ള രീതിയിലെ പൊസിഷനിൽ വേണം നമ്മൾ സ്റ്റിയറിംഗ് കൈ പിടിക്കാനായിട്ട്. സ്റ്റിയറിംഗിൽ മെയിനായിട്ട് 2 ടൈപ്പ് തിരികളാണ് സ്റ്റിയറിംഗിൽ വരുന്നത്. ഫസ്റ്റ് തിരി എന്ന് പറയുമ്പോൾ 9-3 എന്ന് പറഞ്ഞിട്ടൊരു പൊസിഷൻ, അതായത് നമ്മളൊരു ചെറിയൊരു ടേണിങ്, ചെറിയൊരു വളവിൽ വരുമ്പോൾ ഈ ഒരു പൊസിഷനിലായിരിക്കും തിരിക്കുന്നത്. നമ്മൾ റൈറ്റിലേക്കാണ് തിരിയണമെങ്കിൽ നമ്മളുടെ ലെഫ്റ്റ് കൈ തിരിയും, ലെഫ്റ്റിലേക്കാണ് തിരിയണമെങ്കിൽ നമ്മുടെ റൈറ്റ് കൈയായിരിക്കും ആദ്യം തിരിയേണ്ടത്. അതായത് 9-3 എന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയൊരു വളവുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതായത് ഈ ഒരു പൊസിഷനിലാണ്. ഇപ്പൊ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് 9ലാണ്. അപ്പൊ നമ്മൾ ലെഫ്റ്റിലേക്കാണ് തിരിക്കണമെങ്കിൽ നമ്മുടെ റൈറ്റ് കൈ ആയിരിക്കും ആദ്യം തിരിയേണ്ടത്. അതുപോലെ തന്നെ 3ലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ തിരിക്കേണ്ടത് നമ്മുടെ ലെഫ്റ്റ് കൈയാണ്. ലെഫ്റ്റ് കൈ വേണം ആദ്യം തിരിയാനായിട്ട്. അത് നമ്മൾ 3യുടെ പൊസിഷനിൽ ഈ ഒരു ലെവലിലാണ് നമ്മൾ സ്റ്റിയറിംഗ് പൊസിഷൻ വരുന്നത്. അപ്പൊ ഈ പൊസിഷന്റെ പേരാണ് 9-3. ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ സ്റ്റിയറിംഗ് ചെറിയ വളവുകളിൽ തിരിക്കുന്നത്. 9-3 തിരിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ കൈ ഒരിക്കലും എടുക്കരുത്. അതായത് നമ്മൾ ചെറിയ വളവിൽ കൈ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതായത് ഈ ഒരു പൊസിഷനിൽ വേണം നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട്. അപ്പൊ കൈ എടുക്കാതെ മാക്സിമം നോക്കുക. പിന്നെ പലരുടെയും പ്രശ്നമാണ് നമ്മൾ രണ്ടാമത്തെ തിരിയുള്ളത്. അതായത് നമ്മൾ ഈ വലിയ വളവുകളിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രശ്നമാണ് നമ്മൾ പലരും തിരിക്കുന്നത് പുഷ് ആൻഡ് പുൾ എന്ന് പറയുന്ന ഒരു തിരിയാണ്. അതായത് ഈ ഒരു രീതിയിൽ സ്റ്റിയറിംഗ് തിരിക്കുന്നവരായിരിക്കും കൂടുതൽ. അപ്പോൾ ചിലപ്പോൾ നമുക്കത് കൈ സ്പീഡിൽ വരണമെന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് കറങ്ങി കിട്ടണമെന്നില്ല. നമ്മളിപ്പോ മെയിൻ ആയിട്ട് വളവുകളിൽ തിരിക്കുന്ന, വലിയ വളവിൽ തിരിക്കുന്ന തിരിയാണ് നമ്മളിപ്പോ പഠിപ്പിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ റൈറ്റിലേക്കാണ് തിരിക്കേണ്ടതെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് കൈ ആയിരിക്കും ആദ്യം തിരിയേണ്ടത്. ലെഫ്റ്റിലേക്കാണ് തിരിയണമെങ്കിൽ നമ്മുടെ റൈറ്റ് കൈ ആയിരിക്കും ആദ്യം തിരിയേണ്ടത്. അപ്പൊ ഈ ഒരു 10-10 പൊസിഷൻ ഇരുന്നായിരിക്കും നമ്മുടെ കൈ തിരിയുന്നത്. അപ്പൊ നമ്മൾ ഒരു സമയത്ത് ഒരു കൈ മാത്രമായിരിക്കും നമ്മൾ സ്റ്റിയറിൽ തിരിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മളിപ്പോ ലെഫ്റ്റിലേക്കാണ് തിരിക്കുമ്പോൾ നമ്മുടെ റൈറ്റ് കൈ തിരിയുമ്പോൾ തന്നെ ലെഫ്റ്റിലെ കൈ എടുക്കുക. നമ്മൾ റൈറ്റിൽ ഇരുന്ന് അതേ ആ ഒരു പൊസിഷൻ 10-10 പൊസിഷനിൽ വരിക, ലെഫ്റ്റ് കൈ എടുത്തു കളയുക. വീണ്ടും റൈറ്റിൽ വന്നിട്ട് നമ്മൾ അതേ പൊസിഷനിൽ തന്നെ നമ്മൾ കൈ വെക്കുക. വീണ്ടും കൈ എടുക്കുമ്പോൾ ലെഫ്റ്റിലെ കൈ എടുക്കുക, നേരെ റൈറ്റിൽ പിടിക്കുക. റൈറ്റിൽ നിന്ന് വീണ്ടും കൈ എടുത്ത് കറക്കി വരുമ്പോൾ നമ്മൾ ലെഫ്റ്റിൽ പിടിക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മൾ റൈറ്റിലേക്ക് തിരിക്കുമ്പോഴും നമ്മൾ നമ്മുടെ ലെഫ്റ്റ് കൈ ആദ്യം എടുക്കുക, റൈറ്റ് കൈ നേരെ മേലിൽ 10-10 പൊസിഷനിൽ കൊണ്ടുവരിക. അപ്പോഴത്തേക്ക് നമ്മുടെ ലെഫ്റ്റ് കൈ വീണ്ടും എടുക്കുക, ലെഫ്റ്റിൽ വരിക, നമ്മുടെ റൈറ്റ് കൈ നേരെ കൈയിലേക്ക് എടുക്കുക, വീണ്ടും തിരിക്കുക. ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ വലിയ വളവിൽ സ്റ്റിയറിംഗ് തിരിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു കുറച്ചുകൂടി നല്ല രീതിയിൽ ഓടിക്കുമ്പോൾ നമുക്ക് ഒറ്റ കയ്യിൽ പലരും ഓടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് ഓടിക്കണമെങ്കിൽ നമ്മൾ 10-10 പൊസിഷനിലെ റൈറ്റിലെ കൈ ഈ 10ന്റെ പൊസിഷനിൽ വെക്കുക, അതായത് 2ന്റെ പൊസിഷനിൽ വെക്കുക. ഒറ്റ കൈയിൽ എങ്ങനെ തിരിക്കുന്നതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ കൈ ഒരിക്കലും മുഷ്ടി ചുരുട്ടി പിടിക്കരുത്. മുഷ്ടി ചുരുട്ടി പിടിച്ചാൽ നമുക്ക് ഇങ്ങനെ തിരിയത്തില്ല, ലോക്കാവും. അതിനുവേണ്ടി നമ്മൾ എന്തിനാ കൈ വിടർത്തി പിടിക്കുക. വിടർത്തി വിരിച്ച് പിടിച്ചതിന് ശേഷം നമ്മൾ സിമ്പിൾ ആയിട്ട് ഇതുപോലെ കൈ കറക്കാൻ നമുക്ക് പറ്റും. അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്, ഈ പൊസിഷൻ നമുക്ക് മാറിപ്പോകാതിരിക്കണം. ഈ ഒരു പൊസിഷനിൽ തന്നെ കൈ ഇരുന്ന് വേണം നമുക്ക് തിരിക്കേണ്ടത്.